ഹലോ, എൻ്റെ പേര് ഡോക്ടർ നിഹാൽ യൂസഫ്. ഞാനൊരു കൺസൾട്ടൻറ്റ് കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജനാണ്. ഐ കറൻ്റ്ലി വർക്ക് ഇൻ കാലിക്കറ്റ് ആൻഡ് കൊച്ചിൻ, ബോത്ത് കമ്പൈൻഡ്. കൊച്ചി സൺറൈസ് ഹോസ്പിറ്റൽ കാക്കനാടിൽ 5 ദിവസം ഉണ്ടാവാറുണ്ട്. ബാക്കി 2 ദിവസം ഇൻ എ വീക്ക് ഞാൻ കാലിക്കറ്റ് PVS സൺറൈസ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. Gynecomastia is one of the most common conditions which us as plastic surgeons see. ഞാൻ പറഞ്ഞ പോലെ plastic surgery only for women is a complete myth. Plastic surgery is also done for men, and gynecomastia is the biggest reason why men come to us for plastic surgery. Now what is gynecomastia? Gynecomastia or man boobs is when ആണുങ്ങൾക്ക് ഇവിടെ കുറച്ചൊരു ഫാറ്റ് അക്യുമുലേഷൻ, ഗ്ലാൻഡ് അക്യുമുലേഷൻ ഉണ്ടാവാറുണ്ട്. അത് കാരണം ഒരു ചെറിയൊരു ബ്രസ്റ്റിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ചെറിയൊരു എക്സസീവ് സാഗിങ് ചെസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് സൈസുള്ള ചെസ്റ്റ് വരുന്നൊരു കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ. പേഷ്യൻസ്, അതായത് മെൻ എന്തിനാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ, വൺ ഈസ് മെയിൻലി കോസ്മെറ്റിക് അപ്പിയറൻസ്. അതായത് അവർ ചെറിയൊരു സോഷ്യൽ എംബാരസ്മെൻ്റ് ആയിരിക്കും. ദ സിമ്പിൾ ആക്ട് ഓഫ് വെയറിങ് എ ടീഷർട്ട്, അവർക്ക് ടീഷർട്ട് പോലും ഇടാൻ ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഇല്ല. അത് കാരണം ബിക്കോസ് വെൻ ദേ വെയർ എ ടൈറ്റ് ടീഷർട്ട് അത് എടുത്ത് കാണിക്കുന്നത്. സോ വൺ ഈസ് ദ കോസ്മെറ്റിക് അപ്പിയറൻസ്. സെക്കൻഡ്ലി, ഐ ഹവ് സീൻ a lot of patients, especially young boys who come with gynecomastia, because they feel that their chest is large. അവർ എന്താ ചെയ്യുന്നത്, അത് ഒഴിവാക്കാനാണെന്ന് വെച്ചാൽ അവർ ജസ്റ്റ് ഇങ്ങനൊന്ന് അവരുടെ പോസ് ഒന്ന് കുറച്ച് മാറ്റും. സോ ദാറ്റ് റിസൾട്ട്സ് ഇൻ എ പെർമനൻറ്റ് ഡിസബിലിറ്റി. ഐ മീൻ the fellow is always going to sit like this. So it's a confidence, again it takes a big toll on your confidence, and it's also mainly a cosmetic issue. But മെഡിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗൈനക്കോമാസ്റ്റിയ ഹാസ് നോ ഇഷ്യൂസ്. അതായത് ഇറ്റ് ഡസ് നോട്ട് ഇൻക്രീസ് ദ ചാൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെയൊന്നുമില്ല. ബ്രസ്റ്റ് ക്യാൻസർ ഇസ് ഓൾസോ സീൻ ഇൻ മെയിൽസ്, ബൈ ദ വേ. സോ ഇറ്റ് ഹാസ് നോ ഇഫക്റ്റ് ഓൺ ദ ഹെൽത്ത് ഓഫ് എ പേഷ്യൻറ്റ്, ബട്ട് ഇറ്റ് ഈസ് മെയിൻലി എ കോസ്മെറ്റിക് കൺസേൺ. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇറ്റ് ഈസ് അഗൈൻ എ കോൺഫിഡൻസ് ഇഷ്യൂ. സോ ഗൈനക്കോമാസ്റ്റിയൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പയ്യന്മാർ നമ്മുടെ അടുത്ത് വരും, എന്താ ചോദിക്കും, സാറേ ഞാൻ ജിമ്മിൽ പോയത് ശരിയാവുമോ? ജിമ്മിൽ പോയാൽ ശരിയാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗൈനക്കോമാസ്റ്റിയ ഹാസ് 2 കോമ്പണൻറ്റ്സ്. വൺ ഇസ് ദ ഫാറ്റി കോമ്പണൻറ്റ്, അതായത് കൊഴുപ്പുള്ള കോമ്പണൻറ്റ്, ആൻഡ് ദെൻ ദർ ഇസ് ദ ഗ്ലാൻഡുലർ കോമ്പണൻറ്റ്. ഈ ഫാറ്റി കോമ്പണൻറ്റ് ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്കൊന്ന് ശരിയാക്കാം ഈ വെയ്റ്റ് ലോസും ഫിസിക്കൽ എക്സസൈസൊക്കെ വെച്ചിട്ട്. പക്ഷേ like I said, it is a stubborn area of fat. So if a person works out, that fat will be the last fat to leave the body. അതായത് നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും ആ കൊഴുപ്പായിരിക്കും ലാസ്റ്റ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ ലെവൽ ഓഫ് ഫിസിക്കൽ എക്സസൈസ് എത്തണം ടു ഗെറ്റ് റിഡ് ഓഫ് ദിസ് ഫാറ്റ്. സോ ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ഫിസിക്കൽ എക്സസൈസ്. അതായത് ഒരു ഫാറ്റി കോമ്പണൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. പക്ഷേ ആ ഗ്ലാൻഡുലർ കോമ്പണൻറ്റ് ഉണ്ടെങ്കിൽ 100% ഗ്യാരണ്ടി ഞാൻ തരുന്നു, അത് പോവില്ല. കാരണം ഇറ്റ്സ് ഗ്ലാൻഡ്, ആൻഡ് ഗ്ലാൻഡ് ഡസ് നോട്ട് ഡിസോൾവ് ഓർ ബേൺ ഔട്ട് വിത്ത് ഫിസിക്കൽ എക്സസൈസ്, റൈറ്റ്? സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, if it is only fat, it is something called liposuction, where we put a small cut in the body and insert a cannula, and ആ cannula കൊഴുപ്പ് നമ്മൾ ഒന്ന് വലിച്ചെടുക്കും. So that is the usual treatment for gynecomastia. പക്ഷേ ചില കണ്ടീഷൻസിൽ ഗ്ലാൻഡ് ഭയങ്കര വലുതാണെങ്കിൽ നമ്മൾ ഒരു ചെറിയ കട്ട് എടുത്തിട്ട് ഈ ഗ്ലാൻഡ് പുറത്തേക്ക് വരണം. അപ്പോൾ ദർ ആർ മെനി വേസ് ഓഫ് അണ്ടർഗോയിങ് ദിസ് പ്രൊസീജിയർ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വേ എന്താണെന്ന് വെച്ചാൽ, ഐ പുട്ട് എ സ്മോൾ കട്ട് ഫോർ ലൈപ്പോസക്ഷൻ സംവെയർ ഈ ആക്സിഡൻ്റ് അവിടെ, ആ കക്ഷത്തിൻ്റെ അവിടെ ഒരു ചെറിയ കട്ട് ഇടുവാണെങ്കിൽ അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കില്ല ആ കട്ട്, അൺലെസ് യു ലിഫ്റ്റ് യുവർ ഹാൻഡ്. ആൻഡ് അത് വെച്ചിട്ട് ഈ ഫാറ്റ് ഒന്ന് ആസ്പിറേറ്റ് ചെയ്തെടുക്കും. ഇനി എങ്ങനെയെങ്കിലും ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ നമ്മുടെ നിപ്പിളിൻ്റെ ആ സ്കിന്നുണ്ടല്ലോ, ഇറ്റ്സ് കോൾഡ് ഏരിയോള, ആ ഏരിയോളവും നോർമൽ സ്കിന്നിൻ്റെ ആ ജംഗ്ഷനിൽ നമ്മൾ ചെറിയ കട്ട് ഇടുവാണെങ്കിൽ ആ കട്ട് ഭാവിയിൽ അങ്ങനെ എടുത്ത് കാണിക്കില്ല. കാരണം ഇറ്റ്സ് എ ജംഗ്ഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് സ്കിൻ കളേഴ്സ്. അപ്പോൾ ഫാറ്റ് മാത്രമാണെങ്കിൽ ലൈപ്പോസക്ഷൻ, ഫാറ്റ് പ്ലസ് ഗ്ലാൻഡ് ആണെങ്കിൽ ലൈപ്പോസക്ഷൻ പ്ലസ് ദ സ്മോൾ എക്സിഷൻ ഓഫ് ദ ഗ്ലാൻഡ്, റൈറ്റ്? ഇനി ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് എന്താ അതിൻ്റെ പ്രോട്ടോക്കോൾ എന്താണെന്ന് വെച്ചാൽ, അഗൈൻ പോസ്റ്റ് ലൈപ്പോസക്ഷൻ വി റിക്വയർ എ പ്രഷർ ഗാർമെൻറ്റ്. ഈ പ്രഷർ ഗാർമെൻറ്റ് ഹെൽപ്സ് ഇൻ ഗിവിങ് യു എ ഫൈനൽ ഷേപ്പ് ഫോർ യുവർ ചെസ്റ്റ്, റൈറ്റ്? So again I'll go back to the basics: skin, കൊഴുപ്പ്, മസിൽ, റൈറ്റ്? സോ നമ്മൾ ഈ ഇടയ്ക്കുള്ള കൊഴുപ്പാണ് നമ്മൾ വലിച്ചെടുക്കുന്നത് ലൈപ്പോസക്ഷനിൽ. അപ്പോൾ ഈ സ്കിന്നും മസിൽ തമ്മിൽ ഒട്ടാനായിട്ടാണ് ഈ പ്രഷർ ഗാർമെൻറ്റ്, മേളിൽ നിന്നൊരു പ്രഷർ വരുന്നത്. അപ്പോൾ ഈ പ്രഷർ ഗാർമെൻറ്റ് നമ്മൾ 1 മന്തിന് യൂസ് ചെയ്യും. 1 മന്ത് കഴിഞ്ഞിട്ട് ഡിസ്കാർഡ് ചെയ്യും. 1 മന്ത് പക്ഷേ 24 hours ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ബട്ട് ആഫ്റ്റർ ദിസ് 1 month ഇറ്റ് കൻ ബി ഡിസ്കാർഡഡ് ആൻഡ് ദ പേഷ്യൻറ്റ് ഈസ് ഫ്രീ ടു ഡു എനിത്തിങ്. നൗ വെൻ കൻ ദ പേഷ്യൻറ്റ് ഗോ ബാക്ക് ടു വർക്കിംഗ് ഔട്ട് ചോദിക്കുകയാണെങ്കിൽ, probably 2 weeks is what I say.
2 weeks കഴിഞ്ഞാൽ he can go back. But നമ്മൾ excision കൂടെ ചെയ്യുകയാണെങ്കിൽ I try to ask the patient to wait for a month. But let's say 2 weeks to 4 weeks until the patient can go back to going back to the gym. പക്ഷേ if the patient wants to do cardio, that is working out, cycling, he can do that in 10 days. So that's not a problem in gynecomastia. These pressure garments which I mentioned, these pressure garments, it is not, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും something called in shape. The pressure garment is something which is very similar to in shape. It is customized according to the patient. Patient measurements ഒക്കെ നോക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. എന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ഇടാറുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ 1 month യൂസേജ് അത് കണ്ടിന്യൂ ചെയ്യണം. The thing about pressure garments is it's a beautiful product. So it's like in shape പോലെ തന്നെ you can wear it under your normal clothes. അപ്പോൾ ആരും അറിയില്ല ഇങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന്. So it's very comfortable and it's a perfect way to recover post surgically. Now complications, risks എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ റിസ്ക്സ് ഒക്കെ ഉണ്ട്. The main complications post surgery are, one is bruising, ചെറിയൊരു ബ്ലൂയിഷ് റെഡിഷ്നെസ് ഒക്കെ കാണും സ്കിന്നിൽ, ഒരു ചെറിയ കല്ലിപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ തനിയെ മാറിക്കോളും. It takes probably 2 weeks to 1 month for it to change. The bruising recovers as in probably 2 weeks max. Any other complications? Not really. The complications are actually very minimal. It's a daycare surgery. Daycare surgery പറഞ്ഞാൽ patient രാവിലെ വരുവാണെങ്കിൽ വൈകുന്നേരം വീട്ടിൽ പോവാം. And the post-op medications are also very minimal. So it's a very safe surgery. It's a very quick surgery. എൻ്റെ അടുത്ത് പേഷ്യൻസ് എസ്പെഷ്യലി കോളേജിൽ വരുന്ന പയ്യന്മാർ വരുവാണെങ്കിൽ I usually tell them നമുക്ക് വേണമെങ്കിൽ വെക്കേഷൻ്റെ സമയത്തൊന്ന് പ്ലാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളും കംഫർട്ടബിൾ ആയിരിക്കും. ഇനി like I said, some patients have a severe social embarrassment because the size of the chest or breasts are large. So angata patients we try doing them immediately. One thing everybody has to note in gynecomastia is also a normal physiological, അതായത് നോർമൽ ഒരു ചേഞ്ച് ആണ് ചില ആണുങ്ങൾക്ക്, right? Gynecomastia, if you've noticed, can be seen in babies. Now if a baby is less than 1 year, ഈ maternal ഹോർമോൺസ് ബേബിയിലകത്തുള്ള സർക്കുലേഷനുള്ള കാരണം ചിലപ്പോൾ ഒരു ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാവും. അതൊക്കെ ടെമ്പററി ആണ്. സോ ബേബീസിൽ കാണാം, ടീനേജേഴ്സിൽ കാണാം. ടീനേജേഴ്സ് ബിറ്റ്വീൻ 13 to 16, 13 to 18 മേ ബി ഒരു ചെറിയ ഗൈനക്കോമാസ്റ്റിയ ഒക്കെ കാണാം. ദാറ്റ് ഈസ് അഗൈൻ ബിക്കോസ് ഓഫ് ദീസ് ഹോർമോണൽ ചേഞ്ചസ്. സോ ആൻഡ് ദിസ് ഇസ് അബ്സൊല്യൂട്ട്ലി നോർമൽ. സോ ബിക്കോസ് ഓഫ് ദിസ് വി ഓൾവേസ് വെയിറ്റ്. അതായത് ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് യൂഷ്വലി വി വെയിറ്റ് അണ്ടിൽ ഇറ്റ് 16 or 18 years of age. കാരണം ചില പിള്ളേർക്ക് ഈ ഹോർമോൺസ് ഒന്ന് സെറ്റിൽ ആകുമ്പോഴത്തേക്ക് അത് തനിയെ ഡിസപ്പിയർ ചെയ്യും. പക്ഷേ ചിലവർക്ക് അത് ഡിസപ്പിയർ ചെയ്യാറില്ല. സോ വി ഓൾവേസ് വെയിറ്റ് അണ്ടിൽ ദ ചൈൽഡ് ഇസ് പ്രോബ്ലി 13 or sorry not 13 but probably 16 to 18 years old before we undertake this surgery.